ഇപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് പ്രതിഷേധത്തിനും ഇടയാക്കിയ സംഭവവികാസങ്ങളാണ് വയനാട് മേഖലയിലെ കർഷകരുടെ ഇന്നത്തെ അനുഭവമെന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്തകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഒരു ജനസമൂഹം എന്നുള്ള നിലയിൽ അവർ പ്രതിഷേധിക്കുന്നതിനെ കുറ്റപ്പെടുത്താൻ നമുക്കാർക്കും സാധ്യമല്ല. അത്രയും ഗുരുതരമായ അവസ്ഥയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് സമാനമായ രീതിയിൽ ഒരു തണ്ണീർക്കൊമ്പൻ, കർണാടകയുടെ കോളർ ഐ ഡി ഘടിപ്പിച്ച തണ്ണീർക്കൊമ്പൻ വയനാട് മേഖലയിൽ വരികയും ഒടുവിൽ അത് ദാരുണമായി മരിക്കുകയും ചെയ്ത സംഭവമാണ് നമ്മുടെ മുമ്പിൽ മറ്റൊരു ഉദാഹരണം നിലനിൽക്കുന്നത്. ഇത്തവണയും അതേ രൂപത്തിലുള്ള ആനയാണ് വന്നതെങ്കിലും അന്ന് തണ്ണീർക്കൊമ്പൻ ആരെയും ഉപദ്രവിച്ചിരുന്നില്ല. ഇത് വന്നു കയറിയ ഉടനെ തന്നെ ഒരു വീട്ടിലെ മുറ്റത്ത് മതിൽ തകർത്ത് കടന്നു ചെന്ന് ഗൃഹനാഥനെ ചവിട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത്. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഈ ഘട്ടത്തിൽ ഈ കാട്ടാനെ എന്ത് ചെയ്യണം എന്നതാണ് ആദ്യമായി ആലോചിക്കാനുള്ളത്. മയക്കുവെടി വെച്ച് പിടികൂടി ഉൾക്കാട്ടിലേക്ക് അയക്കണമോ എല്ലാ ആനപരിപാലന കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കണമോ എന്നൊരു പ്രശ്നമുണ്ട്. ഇത് സംബന്ധിച്ച തീരുമാനം അല്പസമയത്തിനുള്ളിൽ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ്. ഇതിന് കാലതാമസം ഉണ്ടാവുകയില്ല. വയനാട്ടിലെ കർഷക സമൂഹം നേരിടുന്ന പ്രശ്നം സംബന്ധിച്ച്, ഗുരുതരാവസ്ഥയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ രാവിലെ സംസാരിച്ചു. അവിടെ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെടും എന്നാണ് അദ്ദേഹം എന്നെ അറിയിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടറോടും പോലീസ് മേധാവിയോടും സംഭവസ്ഥലത്ത് ചെല്ലാനും അവിടുത്തെ പ്രതിഷേധിക്കുന്ന ജനങ്ങളുടെ പ്രതിനിധികളുമായി സംസാരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ആ പ്രശ്നത്തിന് രമ്യമായ പരിഹാരം ഉണ്ടാക്കാനുള്ള അടിയന്തര ശ്രദ്ധയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മറ്റ് സാങ്കേതിക വിഷയങ്ങളൊക്കെ പരിശോധിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. അത് ആ ഘട്ടത്തിൽ പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ നിന്ന് എത്തിയ സമയം അങ്ങനെ അല്ലാതെ നല്ല പുലർച്ചെയാണെന്നാണല്ലോ നമുക്ക് കിട്ടിയുള്ള റിപ്പോർട്ട്. പുലർച്ചെയാണ് സംഭവം ഉണ്ടാകുന്നതെന്നാണ്. പിന്നെ ഇതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു കടുവയിറങ്ങി വനം വകുപ്പ് ജീവനക്കാരനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഭീതിജമായ ഒരു സാഹചര്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയിക്കേണ്ട. അതിനെ ചെറുതായി കാണാൻ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളും അതിനെ ചെറുതായി കാണാനല്ല ശ്രമിക്കുന്നത്. വനം ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം ഭീതിജനകമായ ഒരു സാഹചര്യം വയനാട്ടിൽ നിലനിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രതിഷേധക്കാരുമായി ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടറെയും പോലീസ് മേധാവിയെയും അയച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. സാധാരണ കാട്ടിലോ അല്ലെങ്കിൽ കൃഷിയിടത്തിലോ കയറി നാശമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആളപായം വരുത്തുന്ന ആന വീട്ടിനുള്ളിൽ കയറിയാണ് ഇപ്പോൾ, വീട്ടിലേക്ക് കടന്നാണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി തന്നെയാണ് സാഹചര്യം കണക്കിലെടുക്കുന്നതെന്നാണ് വനമന്ത്രി പറയുന്നത്. അനീഷ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. ആന വന്നിട്ടുണ്ട്. ഇവിടെ ആന വന്ന് പോലീസുകാർ എന്ത് ചെയ്യാൻ പറ്റും? നാലാളെ കൊണ്ട് ഇത്രയും കളക്ടർ ഇല്ല, DMO ഇല്ല. കഴിഞ്ഞ ആഴ്ച ആന വന്ന പാറേക്കാലിലെത്തിയ കളക്ടർ 20 മിനിറ്റ് വികാര വിചാരങ്ങളോട് ഞങ്ങൾ മനുഷ്യരാ. അത് നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചുറ്റുകളിലെ പോലീസ് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ആരും തല്ലിക്കൊല്ലാന്ന്, ഞങ്ങളുടെ ചത്തുപോയത് ഞങ്ങളുടെ കൂടപ്പുറപ്പാ. കാട്ടിക്കരി മരം മുറിച്ചവരെല്ലാം ഞങ്ങളുടെ അടുക്കും എല്ലാം സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴേ അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോഴാണ് ആന വന്ന് ചവിട്ടി കാട്ടിക്കാരിട്ടാണ്. ഓക്കെ സർ, ഒരു കുഴപ്പമില്ല. വയനാട്ടിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടാന
ഒരാളെ കുത്തിക്കൊന്നിരിക്കുന്നു. അതിൽ വലിയ പ്രതിഷേധമുയരുകയാണ്. ഇപ്പോൾ ആളുകൾ റോഡ് ഉപരോധിക്കുകയും വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. നാട്ടുകാരുടെ പ്രക്ഷോഭം, അതിന്റെ സാഹചര്യം മനസ്സിലാകുമെന്ന് വനമന്ത്രി പറയുന്നു. പ്രതിഷേധക്കാരെ അവരെ അനുനയിപ്പിക്കാൻ ചർച്ച നടത്താൻ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും വനമന്ത്രി പറയുന്നു. അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ഒന്നുകിൽ മയക്കുവെടി വെച്ച് കാട്ടിലേക്ക് അയക്കുക, അല്ലെങ്കിൽ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുക. ഇതിലേത് വേണം എന്നതൊക്കെ തീരുമാനിക്കാനുള്ള യോഗമാണ് നടക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയരുകയാണ്. നമുക്ക് തിരിച്ചെത്താം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.